നടൻ ആസിഫ് അലി പങ്കെടുത്ത സിനിമ പ്രൊമോഷൻ ചടങ്ങിന്റെ ദൃശ്യങ്ങളിലേക്ക്. കല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ ബസ്സിന്റെ പിറകിലും ഒരു പേരുണ്ടായിരുന്നു, റോയൽ ആൽബർട്ട്സ് പെയിന്റ്. തുരുവിനത്തോടെ ഞാൻ എറണാകുളത്ത് വന്ന് ഇറങ്ങിയപ്പോ ആദ്യം അന്വേഷിച്ച കോളേജ് ഇതാണ്. സമയമുണ്ടെങ്കിൽ ഞാനൊരു കുഞ്ഞു കഥ പറയട്ടെ. സിനിമയിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് ഞാൻ തൊടുപുഴയിൽ നിന്ന് എറണാകുളത്ത് വന്നു. എനിക്ക് ഇന്ത്യ വിഷൻ ചാനലിൽ VJ ആയിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടി. അപ്പൊ ഓഡിഷൻ ചെയ്ത് കിട്ടിയത് എനിക്ക് ഒരു കോളേജ് പ്രോഗ്രാമാണ്, ബൾബ് എന്നായിരുന്നു ഈ കോളേജ് പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഏത് കോളേജാണെന്ന് ചോദിച്ചപ്പോ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു ആൽബർട്ട്സ് കോളേജ് ആണെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ഞാൻ പോയില്ല, എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ കോളേജ് പ്രോഗ്രാം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു. നമ്മൾ നോർമൽ കോളേജ് പ്രോഗ്രാം കാണുന്ന പോലെ എല്ലാവരോടും പോയിട്ട് പേരെന്താ 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 ഹോബി എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം ഒറ്റ ചോദ്യം ചോദിക്കണം. ആൽബർട്ട്സിലെ കുട്ടികൾ നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നെ എന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിച്ച ചോദ്യം, സാധാരണ നമുക്ക് ഉപദേശങ്ങൾ തരാറുള്ളത് നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സുമാണ്. തിരിച്ചൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ ഇന്നൊരു അവസരം തന്നാൽ എന്ത് ഉപദേശം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. അന്ന് എനിക്ക് കിട്ടിയ മറുപടി ഉണ്ടല്ലോ, അതാണ് റോയൽ ആൽബർട്ട്സ് എന്ന് വിളിക്കാൻ ഞാൻ കാരണം. വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഈ നിമിഷം ഞാൻ കാണുന്നു. എന്റെ കരിയർ തുടങ്ങിയത് ഈ കോളേജിന്റെ മുറ്റത്തു നിന്നാണ്. ഇത്രയും ഇവിടെ വന്ന് നോക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. താങ്ക് യു റോയൽ ആൽബർട്ട്സ്, താങ്ക് യു. നമ്മുടെ ആസിഫിക്കോടൊപ്പം വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്. ആരാണ്? പക്ഷേ ആ കോളേജ് പ്രോഗ്രാം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്ക് ഇന്ത്യ വിഷൻ ചാനലിൽ VJ ആയിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടി. അപ്പൊ ഓഡിഷൻ ചെയ്ത് കിട്ടിയത് എനിക്ക് ഒരു കോളേജ് പ്രോഗ്രാമാണ്, ബൾബ് എന്നാണ് ഈ കോളേജ് പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഏത് കോളേജാണെന്ന് ചോദിച്ചപ്പോൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു
be crazy, enjoy, and also watch Level Cross. ഞങ്ങളുടെ ഒരു കൊച്ചു ഫിലിം ലെവൽ ക്രോസ് എന്ന ഫിലിമിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത്. ആൻഡ് മൈ ബ്യൂട്ടിഫുൾ co-star ആസിഫ് അലി, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾസോ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ he faced a very difficult situation in his life and I'm so proud of him. I'm so proud how he handled it. അല്ലേ, നമുക്ക് ലൈഫിൽ ഇങ്ങനെ പല അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻസ് വരാം. ആൾക്കാർ നമ്മളെ വലിച്ച് താഴെയിടാൻ നോക്കാം. You know, anything can happen. But how you handle it is what makes you special. And I am so proud of him. He's one of my favorite co-stars. എനിക്ക് ഡയറക്ടർ അർഫാസിനെ കുറിച്ച് ഒരുപാട് പറയണം. ലൈഫിൽ ഒത്തിരി ഈ ഒരു പൊസിഷനിലേക്ക് ഈ ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾസിലൂടെ ഒത്തിരി ഹാർഡ് വർക്ക്സിലൂടെ കടന്നു വരുന്ന മനുഷ്യനാണ്. ആൻഡ് ഈ ഫിലിം എടുക്കുന്ന സമയത്തും ഹിസ് ഫേസ്ഡ് എ ലോട്ട് ആൻഡ് സ്റ്റിൽ ഹി ഈസ് ഗോയിങ് ത്രൂ സോ മച്ച് ടു മേക്ക് ദിസ് ഹാപ്പൻ. അപ്പോൾ അർഫാസിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വിഷുണ്ട്, എല്ലാവരും അത് ചെയ്യൂ. So, let's welcome Arfaz Ayub, the director of the movie Level Cross. മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് അർഫാസ് അയ്യൂബ് എന്ന ഡയറക്ടർ. Let's welcome him. So, before handing the mic over to him, I want you all, എല്ലാവരും ഒരുമിച്ച് ഓർക്കൊന്ന് പറയോ, ലെവൽ ക്രോസ് will level cross. കുറച്ചുകൂടെ ഒച്ചയ്ക്ക്. Thank you. Happy? Thank you guys. Thank you so much. ഞാനൊരു അമ്മയായിട്ട് അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ പബ്ലിക് ഇവന്റ്. And you guys made it so special. എനിക്ക് കഴിഞ്ഞതൊന്നും ഭയങ്കര nervous ആയിരുന്നു, ഞാൻ excited ആയിരുന്നു. But thank you so much for all this love and warm welcome, this energy. I love you guys. Thank you. Please keep loving me and watch our films. Thank you. അർഫാസ്, ഞങ്ങളുടെ റോയൽ ആൽബേഴ്സിനെ പറ്റി ഒരു 2 വാക്ക്. അവരുടെ പൾസ് എന്ന് തോന്നുന്നു സാർ. Super energy അല്ലേ? Actually, I'm super nervous standing here right now. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പഠിത്തമല്ലാതെ ബാക്കി എല്ലാത്തിനും നമ്മൾ മുന്നിലുണ്ടാവില്ല. അപ്പോൾ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റേജിൽ കയറി നിന്നിട്ട് ആ കേർട്ടൻ പൊങ്ങുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ചെസ് നമ്പർ 3, 2, 1. ആ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ട്. മൈക്കിന് മുന്നിൽ നിന്ന് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന കേർട്ടിന് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും പൊങ്ങാവുന്ന ഒരു കേർട്ടിന് പിന്നിൽ നിൽക്കുന്ന ഒരു ടെൻഷൻ. ആ ഒരു ടെൻഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു. നമ്മൾ ആ സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ് ഡയറക്ടറല്ല, ഞാനൊരു സക്സസ്ഫുൾ ഫിലിം മേക്കറല്ല. എൻ്റെ ആദ്യത്തെ പടമാണ്. അതുകൊണ്ട് തന്നെ ഈ പടം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഗേജിന് പുറകിലായിരുന്നു. അപ്പോൾ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയർ വിത്ത് യു ഓൾ. ഈ സിനിമ we have made it with our whole heart and we would like you all to watch it. ഒരു യങ് ക്രൗഡിനെ ഫേസ് ചെയ്യുമ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം about the film is that നിങ്ങൾ എല്ലാവരും തിയേറ്ററിലോടും ഫാമിലിയോടും ഫ്രണ്ട്സിനോടും നെയ്ബേഴ്സിനോടും കാണാൻ വേണ്ടി നിങ്ങൾ പറയും. ഈ സിനിമ നിങ്ങൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഈ കഥാപാത്രങ്ങളും കഥയും ആയിരിക്കും. പക്ഷേ സെക്കൻഡ് ടൈം there is a lot more that you will understand, and I'm eagerly waiting to hear from you after you watch the second time. So I'm going to watch it once, and thank you all for having us here, and thank you.